കൂട്ടുകാരെ എല്ലാവർക്കും സാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഫേസ്ബുക്ക് ത്രൂ ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ത്രൂ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ ആണ്, എല്ലാവരും കണ്ടിരുന്നോളുക. അപ്പോൾ ജെറേനിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, പല ആൾക്കാരും വാങ്ങിയിട്ട് പറയുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിലോട്ട് പിടിക്കാൻ പാടാന്ന്. ഒരു പ്രശ്നവും ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇത് ഒരുപോലെ പിടിക്കുന്നതാണ്. കുറച്ച് ഷെയ്ഡ് വേണം എന്ന് മാത്രം, കുറച്ച് തണുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലവറിന് നല്ല കടുപ്പമുള്ള കളർ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാലാവസ്ഥയിലും ജെറേനിയം ഇപ്പോൾ പിടിച്ച് കിട്ടുന്നുണ്ട്. നോക്കിക്കേ, ജെറേനിയം പ്ലാന്റ്സ് നമുക്ക് ഒരുപാടുണ്ട്. അപ്പം ജെറേനിയത്തിന് ഇപ്പോഴും പുതിയ പുതിയ വെറൈറ്റീസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ നോർമലി ഇൻഡസ്പെസിഫിക്, ഐവി, ബുഷ് എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ, വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ നോർമലി ഈ 3 കാറ്റഗറി ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജെറേനിയത്തിന് പോട്ട് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മണ്ണിലും ചെറിച്ചോറിലുമാണ് നമ്മൾ വെക്കുന്നത്. നല്ല രീതിയിൽ ഫ്ലവർ കിട്ടാറുണ്ട്. ഇടയ്ക്ക് 19 അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പം നമുക്ക് നല്ല കൊല കുത്തി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ജെറേനിയം എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമുക്ക് ഇൻഡസ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റ്, ഇൻഡസ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ഭയങ്കരമായിട്ട് വളരും, ഒത്തിരി ഒരുപാട് പൂക്കളും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇൻഡസ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. ബുഷ് ആണെങ്കിൽ നല്ല കൊല കുത്തി, അതായത് ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ ബുഷിന്റെ ഒരു കാറ്റഗറി പെടുന്ന ഫ്ലവർ പ്ലാന്റ് ആണ്. ഇനി ഐവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ഇല്ല, ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നമ്മൾ ഐവി എന്ന് പറയുന്നത്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സും ജെറേനിയത്തിനുണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ഈ ഒരു ഐവിയിൽ ഒത്തിരി പ്ലാന്റ് കിട്ടും. അപ്പോൾ നോർമലി നമ്മൾ പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മൾ 2 ടൈം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രമുള്ള. ഇത് ഏത് പ്ലാന്റ് ആണെങ്കിലും 2 ടൈം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര കട്ട വെയിലത്ത് വെക്കാതെ ഷെയ്ഡുള്ള സ്ഥലത്ത് ഈ ഒരു ക്രീപ്പറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും കേട്ടോ. അപ്പം ജെറേനിയത്തിനെ പറ്റി ഒത്തിരി സംശയം ചോദിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ പുഴുക്കളുടെ ശല്യം ഉണ്ടാവും, ഇടയ്ക്ക് പ്ലാന്റ് ഒന്ന് നന്നായിട്ട് നിരീക്ഷിക്കുന്ന നല്ലതായിരിക്കും. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഏറ്റവും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജിഫിയിൽ വെക്കുന്നതാണ് കേട്ടോ. കട്ടിങ്സ് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഫിയിൽ വെക്കുന്നതാണ് നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ഇൻഡസ്പെസിഫിക് ഒരുപാട് വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് എന്ന് പറഞ്ഞത്. അപ്പം ജെറേനിയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജെറേനിയത്തിൻ്റെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.